ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുറത്തു പോകാനാണ് താല്പര്യം അല്ലെ? +2 കഴിഞ്ഞിട്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട്, PG കഴിഞ്ഞിട്ട്, ഈവൻ ഗ്യാപ്പ് ഉള്ള ആൾക്കാർക്ക് പോലും. പക്ഷെ 2025 ശരിക്കും പുറത്തു പോകുന്നത് വർത്ത് ആണോ? ഞാനൊന്നും സെൽ ചെയ്യാനോ അല്ലെങ്കിൽ വിസ പ്രൊവൈഡ് ചെയ്യാനോ വന്നതല്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസിന്റെ ബേസിൽ കണ്ടതും കേട്ടതും അറിഞ്ഞതും ഞാൻ അന്വേഷിച്ചതുമായിട്ടുള്ള റിയൽ ടോക്സ് ആൻഡ് റിയൽ ട്രെൻഡ്സ് ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. സോ ബൈ ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ എബ്രോഡ് പോകുന്നതിലുള്ള കറന്റ് സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ വീഡിയോ ഫുൾ കണ്ടു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ അത് ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഞാൻ കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പറയാം. 2025 ആയപ്പോഴേക്കും 1.8 മില്യൺ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് എബ്രോഡ് പഠിക്കാൻ വേണ്ടി മാത്രം പോയേക്കുന്നത്. 2 വർഷം മുമ്പ് അത് 1.3 മില്യൺ ആയിരുന്നു. ഇപ്പൊ അത് 1.8 മില്യൺ ആയെങ്കിൽ അതൊരു ചെറിയ ഇൻക്രീസ് അല്ല, അല്ലെ? ഇൻഫാക്ട് 2024 ഡിപ്ലോമ, ഷോർട്ട് ടേം കോഴ്സസ്, സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഇതുപോലെയുള്ള കോഴ്സസിനാണ് ഡിഗ്രിയെക്കാളും മാസീവ് സ്പൈക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും പെട്ടെന്ന് പോകണം, പെട്ടെന്ന് പഠിക്കണം, പെട്ടെന്ന് ജോലിക്ക് കയറണം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. ഇത് മാത്രമാണ് എല്ലാവരുടെയും മോട്ടീവ്. ഈവൻ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് പോലും ഇന്ത്യൻ ഡിഗ്രീസ് എല്ലാം സ്കിപ്പ് ചെയ്ത് 1 ഇയർ 2 ഇയർ ഡിപ്ലോമാസിന് കാനഡ, UK, ജർമ്മനി പോലെയുള്ള കൺട്രീസിലാണ് പോകുന്നത്. ഓൺ ദ അതർ സൈഡ് വേറെ കുറച്ച് ആൾക്കാരുണ്ട്, നല്ല ഗ്യാപ്പ് ഉള്ള ആൾക്കാർ. അവര് പറയും, ഞാൻ കുറെ പഠിച്ചു, എനിക്കിനി പഠിക്കാനൊന്നും വയ്യ, ജസ്റ്റ് ഗീവ് മി എ വിസ, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം. ബട്ട് ലിസൺ, ഗോയിങ് അബ്രോഡ് ഇസ് നോട്ട് ഈക്വൽ ടു സെറ്റിൽഡ് അബ്രോഡ്. 2025 ട്രെൻഡ്സ് ഞാൻ പറയാം. വിസ എല്ലാം ടൈറ്റ് ആവാണ്, ജോബ് മാർക്കറ്റ്സ് എല്ലാം കോമ്പറ്റീറ്റീവ് ആണ്. മാത്രമല്ല പല കൺട്രീസിലും റാൻഡം ഡിപ്ലോമാസിന് പകരം അവർ സ്കിൽഡ് ലേബേഴ്സിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, 2024 കാനഡ സ്റ്റുഡന്റ് വിസാസിൽ ഒരു ടെമ്പററി ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവർ സ്റ്റഡി പെർമിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതിൽ 35% ഡിക്രീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ജർമ്മനി, അവിടെ സ്മോൾ ടൗൺസിലൊക്കെ സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോബ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ എ പേഴ്സൺ തിങ്കിങ് ലൈക്ക് ഓക്കെ, ഒരു റാൻഡം കോഴ്സ് എടുത്ത് അങ്ങ് പോവാം ആൻഡ് ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് നടക്കുമായിരിക്കും. പക്ഷെ ഈ ട്രെൻഡ്സ് എല്ലാം പ്രകാരം ഐ വിൽ സേ ഇറ്റ് വിൽ ബി ബെറ്റർ ഇഫ് യു ഹാവ് എ പ്ലാൻ. സോ ഇപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പൊ ആക്ച്വലി എന്താണ് ശരിക്കും വർക്ക് ആവുക എന്നുള്ളതല്ലേ. ഫസ്റ്റ്ലി, ഹെൽത്ത് കെയർ ആൻഡ് കെയർ ഗിവിംഗ്. അത് വെറുതെ ഒരു ഫാൻസി ആൻഡ് ഗ്ലാമറസ് ജോബ് അല്ല, അത് ആക്ച്വലി ഒരു ഗോൾഡ് ആണ്. ബിക്കോസ് അതിന്റെ ഡിമാൻഡ് എപ്പോഴും ഇൻക്രീസ് ആയിക്കൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത്. തേർഡ് വൺ, സ്കിൽഡ് ട്രേഡ്സ് ആണ്. ഈ പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, HVAC ടെക്നീഷ്യൻസ്, അതായത് ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് ഇതുപോലെയുള്ള കാര്യങ്ങളുടെ ടെക്നീഷ്യൻസ്, പിന്നെ ഈ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അഗ്രിടെക്, ഇതൊക്കെയാണ് എമേർജിംഗ് ഇൻഡസ്ട്രീസ്. ഈ PDF ഫയൽസ് മാത്രം മൂവ് ചെയ്യാനൊന്നും ആൾക്കാർ പോരല്ലോ. ഈ റിയൽ തിങ്സ് ഒക്കെ മൂവ് ചെയ്യുന്നതിലും അവർക്ക് വർക്കേഴ്സിന് ആവശ്യമുണ്ട്. ഇൻ ഷോർട്ട്, നിങ്ങൾ എബ്രോഡ് പഠിക്കാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. അതർവൈസ് നമ്മൾ പറയില്ലേ, ഒരു കല്ലെടുത്ത് തലയിലിട്ട് കഴിഞ്ഞാൽ ആരുടെ തലയിലെ വീഴാൻ നിങ്ങൾക്ക് അറിയാലോ, അതിലൊരാളാവും നമ്മളും. നൗ ലെറ്റ് മീ ആൻസർ ദ റിയൽ ക്വസ്റ്റ്യൻ. +2, ഡിഗ്രി, PG, 5 ഇയർ ഗ്യാപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എബ്രോഡ് പോകുന്നത് വർത്ത് ആണോ? ഫോർ +2 ആൻഡ് ഡിഗ്രി സ്റ്റുഡൻസ്, യെസ്. നിങ്ങൾ എടുക്കുന്നത് ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് ആണെങ്കിൽ വെറുതെ ഒരു കോഴ്സ് എടുത്ത് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് നിങ്ങൾ പോവരുത്. നിങ്ങൾക്ക് ശരിക്കും ഒരു കരിയർ ഗോൾ ഉണ്ടാവണം. ഇനി PG കഴിഞ്ഞ സ്റ്റുഡൻസിന്, യെസ്. പക്ഷേ നിങ്ങൾ മെന്റലി ഫ്രം ദ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ, ബിക്കോസ് നിങ്ങൾ പഠിച്ച ഡിഗ്രി അല്ലെങ്കിൽ PG ഇതൊന്നും അവിടെ ഒരു ബെറ്റർ ജോബ് പെട്ടെന്ന് കിട്ടാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവില്ല. സോ നിങ്ങളുടെ കരിയർ റീബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കണം. ആൻഡ് ലാസ്റ്റ്, ഫോർ ദാറ്റ് ലോങ് ഗ്യാപ്പ് ഉള്ളവർ, യെസ് ഓഫ് കോഴ്സ്. പക്ഷേ നിങ്ങളുടെ ഗ്യാപ്പ് എക്സ്പ്ലെയിനബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേർപ്പസും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷനും ആവശ്യമാണ്. മോസ്റ്റ് ഓഫ് ദ കോളേജസ് നിങ്ങളുടെ അപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും എബ്രോഡ് ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് പ്രശ്നം വരാൻ പോകുന്നത് ഇമിഗ്രേഷനിലാണ്. ലൈക്ക് നിങ്ങൾ വിസ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം വരിക. അവിടെ യു ഹാവ് ടു എക്സ്പ്ലെയിൻ യുവർ ഗ്യാപ്പ്. യു ഷുഡ് ബി ഏബിൾ ടു പ്രൂവ് യുവർ ഗ്യാപ്പ്. ഈ എബ്രോഡ് പോകുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പേഴ്സണാലിറ്റി അപ്ഗ്രേഡ്, ഇറ്റ്സ് എ ലൈഫ് റീബൂട്ട്. നിങ്ങൾ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, നിങ്ങൾ കരയേണ്ടി വരും, നിങ്ങളുടെ ഈഗോ വർക്ക് ആവുന്ന ജോബ്സ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അപ്പം നേരത്തെ നമ്മൾ ചോദിച്ചില്ലേ, ഈസ് ഇറ്റ് റിയലി വർത്ത്? ഈ ഒരു ചലഞ്ച് ഭംഗിയായി ഏറ്റെടുക്കാനുള്ള മെന്റൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യെസ്, ഇറ്റ് ഈസ് വർത്ത്. നിങ്ങളുടെ കസിൻ എബ്രോഡ് പോയി പറഞ്ഞാൽ നിങ്ങൾ എബ്രോഡ് പോകരുത്. ഇന്ത്യയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എബ്രോഡ് പോകരുത്. ഫിനാൻഷ്യലി, ഇമോഷണലി, മെന്റലി
നിങ്ങൾക്ക് വളരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മെന്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, ആ മൈൻഡ് സെറ്റ് ആണ് നിങ്ങളെ അവിടെ സർവൈവ് ചെയ്യിക്കാൻ പോകുന്നത്. ഞാൻ റീസെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുവന്ന ഒരു ഇന്റർവ്യൂവിന്റെ ഒരു പോർഷൻ ഉണ്ട്. അതില് ഒരു ആക്ടർ, ഒരു യൂട്യൂബില് വ്ലോഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ആള് പുറത്തു പോയി വന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആൾ പുറത്തു പോയി, കാനഡയിലാണ് പോയത്. കാനഡയിൽ പോയി ആള് തിരിച്ചു വരേണ്ടി വന്നു. ആൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് അതിനുള്ള മെന്റൽ സ്ട്രെങ്ത്, നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പോകേണ്ടത്. പക്ഷെ ആളുടെ പാഷൻ വേറെയായിരുന്നു. ആള് നാട്ടിൽ തിരിച്ചു വന്ന ആളുടെ പാഷന്റെ പുറകെ പോയി. ഇപ്പൊ ആള് ഫിലിമിലൊക്കെ ജസ്റ്റ് ഒരു എൻട്രി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആളെ മനസ്സിലായെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിൽ, ലാസ്റ്റ് വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇഫ് യു ആർ ഓൾറെഡി അബ്രോഡ്, നിങ്ങളുടെ ഹോണസ്റ്റ് എക്സ്പീരിയൻസസ് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ലാസ്റ്റ് വൺ മോർ തിങ്, ജസ്റ്റ് സ്മൈൽ. ഫേസ് എവറിത്തിങ് വിത്ത് എ സ്മൈൽ. അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ബിഗ്ഗസ്റ്റ് വിസ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.